പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പേഴ്സണലി വല്ലാതെ എന്നെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ താമസിച്ചതും. ഈ ഒരു മരണം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കാൻ കാരണവുമുണ്ട്. എൻ്റെ കുടുംബത്തിലും ഇതുപോലൊരു മരണം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഇതൊരു ഷോക്കായി മാറിയത്. ഇതുപോലുള്ള മരണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. കുടികൂടലിൻ്റെ അന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയവർ, അവരുടെയൊക്കെ സ്വപ്നങ്ങൾ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ആ ഒരു നിമിഷം, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് ഒരു കണക്കിനും സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവൻ്റെ കുടുംബത്തിന്, അവൻ്റെ മക്കൾക്ക് ഒരു വീട് എന്നുള്ളതാണ്. അത് നമുക്കറിയാം. ഞാനൊരു ബാപ്പയായതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഒരുപാട് കാലമായി വാടക വീട്ടിൽ ഞാൻ കഴിയാൻ തുടങ്ങിയിട്ട് പടച്ചിലപ്പോൾ നമുക്കൊക്കെ സ്വന്തമായൊരു വീട്ടിൽ മനസമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. വീടെന്നുള്ള ആ ഒരു സ്വപ്നം പടച്ചിറബിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പണമുണ്ടെന്ന് വെച്ച് ഒരു മനുഷ്യൻ്റെ വീടാകണമെന്നില്ല, ആ വീട്ടിൽ അവൻ താമസിക്കണമെന്നുമില്ല. അത് പടച്ചിറബിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. നമ്മൾ വിചാരിച്ചു, നമ്മൾ ആഗ്രഹിച്ചു എന്ന് കരുതി നമ്മളവിടെ താമസിക്കണമെന്നൊന്നില്ല. പടച്ചിറബ് തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ടാകും നമ്മളെ എവിടെ താമസിപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എല്ലാവരും ഈ ഒരു നല്ലൊരു മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണം. അതിനുവേണ്ടിയാണ്. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. നല്ലൊരു മനുഷ്യനാണ്, പള്ളിയുമായി നല്ല ബന്ധമുള്ള ഒരു മനുഷ്യനാണ്, SKSSFൻ്റെ പ്രവർത്തകനും കൂടിയാണ്. ഫാരിസ് എന്ന് പറയുന്ന 44 വയസ്സുകാരനാണ് എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാവരെയും വേദനിപ്പിച്ച് കടന്നു കളഞ്ഞത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നുള്ളത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ ഉരുകി തുന്നിച്ചേർത്ത സ്വപ്നമാണ് വീട് എന്നുള്ളത്. പണമുള്ളവന് പണമുള്ള പോലുള്ള വീട്, പണമില്ലാത്തവനാണെങ്കിൽ അവന് യോജിക്കുന്ന വിധത്തിലുള്ള വീട്. എങ്ങനെയുള്ള ആളായാലും ഒരു വീട് ഉണ്ടാകുക, അതിൽ താമസിക്കുക എന്നുള്ളത് പടച്ചിറബിൻ്റെ മാത്രം തീരുമാനമാണ്. അതിൽ നമുക്കാർക്കും കൈകടത്താൻ പറ്റാത്ത ഒരു തീരുമാനമാണ്. ഫാരിസിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. അങ്ങനെ വീട് പൂർത്തിയായി ഗൃഹപ്രവേശനത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയായിരുന്നു. ഒരുപാട് ഉസ്താദുമാരും മൗലിദ് പാരായണവും അങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുന്നതിനിടെ ഫാരിസ് അന്ന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഫാരിസിൻ്റെ മുഖത്ത് തന്നെ അത് കാണാമായിരുന്നു എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും കാണാത്ത ഒരു സന്തോഷമായിരുന്നു അത്രേ ആ മുഖത്ത്. ചിലപ്പോൾ പടച്ചിറബിൻ്റെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാകാം പടച്ചിറബ് ഫാരിസിൻ്റെ മുഖത്ത് ഇത്രയധികം തെളിച്ചം കൊടുത്തിട്ടുണ്ടാവുക. മരണം അങ്ങനെയാണ്. ചില മരണങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് വിട പറഞ്ഞു പോവുക. നിശബ്ദതയായി വന്ന ആ ഒരു മരണം ഫാരിസിനെ പെട്ടെന്ന് പിടികൂടുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ സന്തോഷങ്ങളൊക്കെ സങ്കടകരമായി മാറുകയാണ്. ഈ ഒരു മരണം കൊണ്ട് വേദനിക്കുന്നത് ആ വീട്ടുകാർ മാത്രമല്ല, ആ നാട് മൊത്തം ഇന്ന് സങ്കടത്തിലാണ്. ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. ഒരാളുടെ മരണത്തിൽ ഒരുപാട് ആളുകൾ അറിയുക, ആ മരണപ്പെട്ടവർക്ക് വേണ്ടി പലരും, അറിയാത്തവരായ പലരും ആ മയ്യത്തിനു വേണ്ടി ദുആ ചെയ്യുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പുണ്യം തന്നെയാണ്. ഫാരിസിന് ഗൃഹപ്രവേശനത്തിൻ്റെ ആ ചടങ്ങിനിടയിൽ പെട്ടെന്നൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. സന്തോഷവും സങ്കടവും വിഷമങ്ങളും പെട്ടെന്ന് ഒന്നിച്ച് ഒരു മനുഷ്യനിലേക്ക് വന്നു ചേരുകയാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. ആ ഒരു സമയത്തും നമുക്ക് ഹൃദയാഘാതം സംഭവിക്കാം, അറ്റാക്കായി മരണപ്പെടുകയും ചെയ്യാം. അതിനാണ് എല്ലാത്തിനും നമുക്കൊരു നിയന്ത്രണം വേണമെന്ന് പറയുന്നത്. പടച്ചിറബ് പെട്ടെന്നുള്ള പിടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ. എങ്ങനെയുള്ള മരണമായാലും പടച്ചിറബിൻ്റെ ആ ഒരു തീരുമാനം, പടച്ചിറബിൻ്റെ ആ ഒരു വിളിക്ക് നമ്മളൊക്കെ ഉത്തരം നൽകിയേ പറ്റൂ. മരണം പടച്ചിറബിൻ്റെ തീരുമാനമാണ്. ഒരു മനുഷ്യനെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മളിവിടെ നടത്തണം. എന്നിട്ടും രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ
അത് പടച്ചറപ്പിൻ്റെ തീരുമാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം 9:30 ഫാരിസ് നമ്മളോട് വിട പറഞ്ഞത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായിരുന്നു ഫാരിസ്. മൊഹിയുദ്ദീൻ പള്ളിക്ക് സമീപത്തായിരുന്നു താമസം. പ്രിയപ്പെട്ടവരെ, പുതിയ വീട്ടിൽ താമസം മാറി മണിക്കൂറുകൾ കൊണ്ടാണ് ഫാരിസ് മരണപ്പെടുന്നത്. സ്വപ്നങ്ങൾ കൊണ്ട് തീർത്ത ആ വീട്ടിൽ ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ച് ഇന്ന് 6 അടി മണ്ണിൽ അന്തി ഉറങ്ങുകയാണ്. അവിടെ പടച്ചറബിൻ്റെ തീരുമാനം അതായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടുന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ. മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാവുകയാണ്. പടച്ചറബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഒരുപാട് പേര് ഇന്ന് വീടില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് സ്വന്തമായൊരു വീട് എന്നുള്ളൊരു സ്വപ്നം നീ സാധിച്ചു കൊടുക്കണേ റബ്ബേ. ആ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് ദുആ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം പടച്ചറബ്ബ് തീർച്ചയായും നമുക്ക് തരും, നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.